അവിടെ തന്നെ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോയാൽ മതി. ഇതിപ്പോൾ ഓട്ടോറിക്ഷ പൊളിക്കാവുമില്ല, ഇവിടെ നിന്നൊന്നും ഇപ്പോൾ ഒരു വണ്ടി കിട്ടാനുമില്ല. ഇതിപ്പോൾ നമ്മളെ കുഞ്ഞാപ്പാൻ്റെ വണ്ടിയാണല്ലോ, ഈ വീട്ടിൽ ഈ വണ്ടി എടുക്കാൻ പോയാവോ, ഒരു വണ്ടി വരുന്നത് കാണുന്നില്ലല്ലോ. അപ്പം ഇതന്നെ ഇപ്പോൾ പഴയ ചക്കക്കൂട്ടാൻ്റെ ബലത്തിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോഴത്തെ കുഴിമന്തി ഇങ്ങനെ കുട്ടികളെ കൊണ്ടൊന്നും ഈ പ്രായത്തിൽ ഇത് ഏറ്റാൻ കഴിയുമോ? കുട്ടിയെ നിർത്താൻ ഞാനും ഉണ്ടടാ. കാക്കാന്റെ കുട്ടി ഞാൻ നിന്റെ കുടിയിലൊന്ന് ഇറക്കിട്ട് നിങ്ങൾ കൊടുക്കുക വലിയ ഓട്ടോറിക്ഷ കിട്ടുമോ നോക്കി, എനിക്ക് കുറച്ച് അർജന്റ് ഉണ്ട്, ഞാൻ പോവാ. എല്ലാ എത്തപ്പോ കുട്ടിപ്പൊക്കെ ചാക്കില് നിങ്ങൾ പീഡനായിട്ട് വാങ്ങിയോ? അതൊന്നുമില്ല കുട്ടിയെ, ഞാനേ കുറച്ച് സാധനം തോനെ അങ്ങോട്ട് വാങ്ങി. റമദാൻ മാസമല്ലേ വരുന്നേ, ഒന്നിലാടെ ഇറങ്ങിക്കാണ്ട് സാധനം വാങ്ങിക്കൊണ്ട എന്നെ കൊണ്ട് ഇപ്പൊ കജില്ല. പിന്നെ ഇതന്നെ ഇപ്പൊ മറ്റേ ഇടങ്ങാറിന്റെ ആകുമ്പോഴായി എന്നോട് പറയാം, ഒരു വണ്ടിയായിട്ട് കിട്ടിയാവില്ല, ഞാനോട്ട് പുതിയാവില്ല. ഇതിപ്പോ എന്റെ പെരയിൽ എത്തേണ്ടത് ഇടങ്ങാറായി. അതിന് നിങ്ങൾക്ക് ബേജാണ്, ഞാൻ പിടിച്ചോളൂ, ഇങ്ങോട്ട് കാട്ടിക്കാണ് നിങ്ങളത്. അത് മാണടാ നിങ്ങൾ വെച്ചരി പഠിച്ച തമ്പുരാനെ എന്നോട് ഞാൻ പറഞ്ഞില്ല കുട്ടിയെ, എനിക്ക് അതിനുള്ള ജീവനൊന്നുമില്ലേ. അപ്പൊ കുട്ടിപ്പാക്ക നിങ്ങൾ ഇത്രക്കൊന്നും ഇടങ്ങാറേണ്ട അവസ്ഥ. നമ്മൾ ഈ പെരിങ്ങോട്ടലത്തെ പഴയ അംഗനവാടിന്റെ അടുത്തേ പുതിയൊരു പലർക്കും വീട് തുടങ്ങുന്നുണ്ട്, ബദർ സ്റ്റോർ. തിങ്കളാഴ്ച ഉദ്ഘാടനമാണ് അതിന്റെ. അവിടെ ആയാലും ഇപ്പൊ മായി കൊണ്ടുതന്നെ വേണ്ട കുട്ടിയെ. അതിന്റെ ഒന്നും ആവശ്യമില്ലേ. നിങ്ങൾ പെരിയിലേ കുട്ടികളോടോ പെണ്ണുങ്ങളോടോ മാറിയ സാധനങ്ങൾ വാട്സപ്പിൽ അയച്ചു കൊടുക്കാൻ പറഞ്ഞാൽ മതി, ഒരു പെരിയൊക്കെ എത്തിച്ചു തരും. സമാധാനമായി. എന്നാ ഇനി മുതൽ അവിടെ തന്നെ ആയിക്കോട്ടെ.